Hello and welcome back to Kerala in Mumbai YouTube channel. So today we have Ashwati Hari, a brilliant Carnatic vocalist, performer and a teacher. So let's ask her about her music journey from her. Hello Chechi, welcome to Kerala in Mumbai. Hello, thank you for inviting me over. So let's start from the beginning. How did you know ki Chechi ke music in interest undennulla karyam? Okay. So ചെറുപ്പത്തിലെ മുതൽ ഒരു 6 to 7 ഇയേഴ്സ് ആയപ്പോൾ തന്നെ മ്യൂസിക് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോർമൽ എഡ്യൂക്കേഷൻ വിത്ത് ടീച്ചേഴ്സ്. അപ്പോൾ പല ഗുരുക്കന്മാരുടെ കീഴിലും പഠിച്ചിരുന്നു. പിന്നെ മ്യൂസിക് കോമ്പറ്റീഷൻസിന് പോകാൻ തുടങ്ങി. സ്കൂൾ ആൻഡ് കോളേജ് ലെവൽ മ്യൂസിക് കോമ്പറ്റീഷൻസ്, പുറത്തും എല്ലാ കോമ്പറ്റീഷൻസിന് പോയി തുടങ്ങി. ദാറ്റ് ഇസ് മൈ മ്യൂസിക്കൽ ജേർണി. ആൻഡ് ഇൻട്രസ്റ്റ് വരാനായിട്ട് ഓഫ് കോഴ്സ് എൻ്റെ ഗുരുക്കന്മാരുടെ ഗൈഡൻസ് കൊണ്ടാണ് നല്ലൊരു ഇൻട്രസ്റ്റ് മ്യൂസിക്കിലേക്ക് വന്നത്. Why Carnatic music? Okay, so started off with light music. ചെറിയ റൈംസും ഒക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് മ്യൂസിക് പാടി തുടങ്ങി. പിന്നെ പതുക്കെ കർണാട്ടിക് കോമ്പറ്റീഷൻസിന് പോയി തുടങ്ങി. അപ്പൊ കർണാട്ടിക് കോമ്പറ്റീഷൻസിന് പോയപ്പോഴും പിന്നെ ഗുരുക്കന്മാരുടെ കൂടെ ഇരുന്ന് നമ്മൾ നവരാത്രി സംഗീതോത്സവങ്ങൾ കേരളത്തിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പൊ പല അമ്പലങ്ങളിലും അങ്ങനെ ഗുരുക്കന്മാരുടെ കൂടെ പോയി ഇരുന്ന് പാടി നാച്ചുറലി ആ ഒരു നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നതാണ്, അതിനകത്ത് ബിൽഡ് വരുന്നതാണ്. അപ്പോ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു മൈ ടീച്ചേഴ്സ്. അത് ആ ഒരു ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കാനായിട്ട് കഴിഞ്ഞാൽ പല ഗുരുക്കന്മാരും once they take their kids or the students along with them for the performance, അപ്പൊ മാത്രമേ നമുക്ക് ആ ഒരു റിയൽ ഫീലിംഗ് വരുള്ളൂ. ഒരു സ്റ്റേജിൽ ഇരുന്ന് ഒരു പാട്ട് പാടുന്നത്. അത് ദാറ്റ് ഇസ് ദ തിങ് ബിഹൈൻഡ് കമ്മിങ് ഇൻ ടു കർണാട്ടിക് മ്യൂസിക്. കുറേ സ്റ്റേജസ് പെർഫോം ചെയ്തിട്ടില്ലേ? ഒട്ടുമിക്ക സ്റ്റേജസ് പെർഫോം ചെയ്ത് തുടങ്ങിയിട്ട് സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസ്, ദാറ്റ് ഇസ് സോളോ കോൺസേർട്സ്. സോളോ കർണാട്ടിക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 to 4 ഇയേഴ്സേ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എല്ലാ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്ന് പാടും, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കൂടെ ഇരുന്ന് പാടുമായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ നേരെ സോളോ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ മുംബൈയിലെ പല ടെമ്പിൾസിലും, പിന്നെ 3-4 വർഷമായിട്ട് കേരളത്തിലും മുംബൈയിലും പല അമ്പലങ്ങളിലും പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കർണാട്ടിക് ഡിവോഷണൽ കോൺസേർട്സ് ആണ് എനിക്ക് കൂടുതൽ താല്പര്യം, rather than പ്യുവർ കർണാട്ടിക്. അതിനുള്ള ഓഡിയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ കുറവാണ്. അതെ, അപ്പൊ എല്ലാവർക്കും ഒരു മിക്സ് ഓഫ് ഇതാണ് വേണ്ടത്. കാരണം ഞാൻ അതല്ലേ പറഞ്ഞേ, കുറെ ആളുകൾക്ക് ഇപ്പോ ഡിഫറൻസ് അതിന്റെ അറിയില്ല. അതെ, ഹിന്ദുസ്ഥാനി ഉണ്ട്, കർണാട്ടിക്, പിന്നെ വെസ്റ്റേൺ മ്യൂസിക്. ഇതിന്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, എല്ലാ ജോണേഴ്സ് ഓഫ് മ്യൂസിക്കും വളരെ നല്ലതാണ്. അത് പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോ being a Carnatic vocalist, I will never say that the other genre of music is lesser. No, that is not correct. എല്ലാത്തിനും പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്, ഈക്വൽ എഫേർട്സ് ഇമ്പോർട്ടന്റ് ആണ്, ഗൈഡൻസും ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കാര്യങ്ങളും ഇല്ലെങ്കിൽ ഏതൊരു മ്യൂസിക് സ്റ്റുഡന്റിനും കുറെ റോഡ് ബ്ലോക്സ് ഉണ്ടാവും. ഇപ്പൊ വെസ്റ്റേൺ മ്യൂസിക് ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിട്ടില്ല വെസ്റ്റേൺ മ്യൂസിക്, ബട്ട് I would like to experiment. എപ്പോഴും എന്തെങ്കിലും ഞാൻ ഫ്യൂഷൻസ് ചെയ്യുന്നതാണ്, കർണാട്ടിക് ഫ്യൂഷൻ ചെയ്യാറുണ്ട്. അപ്പോ എനിക്ക് ഒരു മെറ്റൽ ഗിറ്റാറിസ്റ്റ് ഉണ്ട്, പുള്ളി കൽക്കട്ടയിലാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഫ്യൂഷൻ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോ he is a pure rock metal guitarist. So it will be like ചേച്ചി ഇവിടുന്ന് ഒരു പുള്ളി അവിടുന്ന് പ്ലേ ചെയ്യും. അപ്പോ അങ്ങനെ കുറച്ച് 1-2 പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, വിച്ച് വാസ് റിയലി ഗുഡ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. നന്നായിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അത് ലോഞ്ച് ചെയ്തത് എൻ്റെ ആ ഒരു സോങ് കർണാട്ടിക് മെറ്റൽ ഫ്യൂഷൻ സോങ് ലോഞ്ച് ചെയ്ത് നമ്മളുടെ സിംഗർ ആൻഡ് പ്ലേബാക്ക് സിംഗർ അനൂപ് ശങ്കർ സാറാണ്. അപ്പോ സാറാണ് ഇത് കണ്ടിട്ട് എൻ്റെ ഒരു റെഫറൻസ് വഴി സാറിന്റെ ഫേസ്ബുക്ക് പേജിൽ ലോഞ്ച് ചെയ്തത്. അപ്പൊ നന്നായിട്ട് അത് ടേക്ക് ഓഫ് ചെയ്തു ആ ഒരു ലോഞ്ച് കാരണം. സോ ദാറ്റ് അത് ഞാൻ 2 രാഗങ്ങള്, അത് ഒരു സ്വാതി തിരുനാൾ പദവും അഷ്ടപതി, ജയദേവന്റെ അഷ്ടപതിയും ഫ്യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. 2 ഡിഫറെന്റ് രാഗംസ് ആണ്. ഒന്ന് ആഹിരി രാഗം, ഒന്ന് പുന്നാഗവരാളി. ഈ 2 രാഗങ്ങളും ഫ്യൂസ് ചെയ്തിട്ടാണ് കർണാട്ടിക് മെറ്റൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഇത് ചെയ്തത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ അത് തന്നെ പറയാം. സ്വാതി തിരുനാൾ പദമായ ആഹിരിയില്
പനിമതി മുഖിബാലെ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പദമാണ്. അതും ജയദേവന്റെ അഷ്ടപതി അനില തരള കുവലയ നയനേന, അത് രണ്ടും കൃഷ്ണൻ, ഒരെണ്ണം പത്മനാഭസ്വാമിയെ കുറിച്ചും മറ്റേത് ശ്രീകൃഷ്ണനെ വർണ്ണിച്ചുമാണ്. അപ്പൊ രണ്ടും കൂടിയാണ് ഞാനത് ചേർത്തത്. പനിമതി മുഖിബാലെ പത്മനാഭനിന്നിൽ പനിമതി മുഖിബാലെ പത്മനാഭനിന്നിൽ കനിവില്ലായ്കയാൽ കാമൻ പാരമേയുന്നു മനസീതു സഹമയോ മദന കദനവിന്ദു മദിരാക്ഷി ഞാൻ ചെയ്യാവൂ അനില തരള കുവലയ നയനേന തപതിന സാകിസലയ ശയനേന യാരമിതാ വനമാലിനാ സഖി യാരമിതാ വനമാലിനാ. രണ്ടും ഫ്യൂസ് ചെയ്തു വിതൗട്ട് ഈവൻ നോയിങ് ദാറ്റ് ദി അതർ ഇസ് ഗെറ്റിംഗ് ഫ്യൂസ്. അതൊരു ചെറിയ ആലാപ്പ് വെച്ചിട്ട് മാത്രം അതൊരു ട്രാൻസിറ്റ് ചെയ്തു വന്നു. അങ്ങനെ നമുക്ക് പല പല രാഗങ്ങളും നമുക്ക് ഫ്യൂസ് ചെയ്യാൻ പറ്റും കർണാട്ടിക് ഇല്ലാത്ത കണ്ടുപിടിക്കണമെന്ന് മാത്രം. അതെ, ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല കേട്ടോ അത് ചെയ്തത്. അപ്പോ ചേച്ചി പറഞ്ഞു ചേച്ചി മ്യൂസിക് ടീച്ചറാണ്, വോക്കലിസ്റ്റ് പ്ലസ് സൈക്കോളജിസ്റ്റ്. ഹൗ ഡിഡ് യു മാനേജ് ഓൾ ദീസ് തിങ്സ്? I started off as any parents want. I started off with a professional degree, MBA HR, from Chennai Business School. MBA കഴിഞ്ഞിട്ട് ഉടനെ we got campus placements. അങ്ങനെ ബജാജ് അലയൻസ്, പിന്നെ അതുമാതിരി IDBI ഫെഡറല് 7 years എടുത്തു. അത് ഫുൾ കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അസിസ്റ്റന്റ് മാനേജർ HR വരെ എത്തി. അത് കഴിഞ്ഞിട്ട് I took a break, did my psychology out of pure interest. ആ ഒരു സബ്ജക്റ്റിനോട് HR ചെയ്യുമ്പോൾ നമുക്കൊരു സൈക്കോളജിയോട് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും, പീപ്പിൾ ഓറിയന്റഡ് ആയതുകൊണ്ട്. അപ്പൊ ഞാൻ അത് ചെയ്തു. പിന്നെ സയൻ ഹോസ്പിറ്റൽ, DARC ഹോസ്പിറ്റൽ മാതിരിയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്തു. വൺസ് വെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇന്റേൺഷിപ്പ് ഇറ്റ്സെൽഫ് ഐ ഫെൽറ്റ് ദാറ്റ് ആ ഹോസ്പിറ്റലിന്റെ ഒരു ഇതെനിക്ക് പിടിക്കുന്നില്ല. ഗോയിങ് ദെയർ ആൻഡ് ഇറ്റ്സ് ഓൾ ഫുൾ ഓഫ് നെഗറ്റിവിറ്റി എന്ന് പറയാൻ പറ്റില്ല, പല ഇഷ്യൂസ് ആണ്, പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. സോ രാവിലെ ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് കൗൺസിലിംഗ് ഓൾസോ. അപ്പൊ ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. 2-3 കോർപ്പറേറ്റ്സ് ആയിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആസ് എ പാർട്ട് ഓഫ് മൈ MA സൈക്കോളജി കോഴ്സ് ഐ വാസ് സപ്പോസ് ടു ഡു കൗൺസിലിംഗ് ആസ് വെൽ ആസ് ആൻഡ് ഞാനത് പ്രൊഫഷൻ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. ബാൻഡ്ര ഒരു ക്ലിനിക്കിലും ഞാൻ പോയിരുന്നു വിസിറ്റിംഗ് ഇതായിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് മൈ കോളിംഗ് എന്നുള്ളത്. വൺസ് യു ഹാവ് എ ടേസ്റ്റ് ഓഫ് ഇറ്റ്, അത് നമ്മളുടെ കപ്പ് ഓഫ് ടീ അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ then we can shift it. Yes, music was always there. അത് ചെറുപ്പത്തിലെ പഠിച്ചുകൊണ്ടിരുന്നു. Then I had applied to RTM Academy എന്ന് പറഞ്ഞിട്ട്. അതാണ് എന്റെ ശരിക്കും പറഞ്ഞ ഒരു വഴിത്തിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. RTM Academy is based in Mumbai and spearheaded by Sonu Nigam sir, playback singer, and then a brand ambassador Aruna Saira ma'am and KS Chitra ma'am, and Anand Vaidyanathan sir also. അപ്പൊ അങ്ങനെ അവർ ഇന്റർവ്യൂവിന് വിളിച്ചു. 2 to 3 rounds of interview കഴിഞ്ഞു. And I was placed as an academic expert. Wow. Academic expert with my experience in music. And എനിക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റി കുട്ടികൾക്ക്. അപ്പൊ കുറച്ചായിട്ട് വിച്ച് സ്കൂൾസ്, അപ്പൊ അവരെ കൊണ്ട് ആദ്യം പാടിച്ച് അവരുടെ വോക്കൽ ലെവൽസ് എല്ലാം മനസ്സിലാക്കണം. അതിന് വി ഹാവ് ഒരു പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കണം. അങ്ങനെ ഐ ക്യാൻ ഗൈഡ് ദം ടു ദ റൈറ്റ് ടീച്ചർ. ആൻഡ് അവർക്ക് എത്ര നമ്പർ ഓഫ് ക്ലാസ്സസ്, എന്തൊക്കെ പഠിക്കണം, അതെല്ലാം നമുക്ക്. യെസ്, സോ വി വിൽ ബി ദ ഫേസ് ഓഫ് RTM. അങ്ങനെ എന്നെ മാതിരി കുറെ പേരുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് വെരി നൈസ്. പിന്നെ
അവരുടെ ചിത്ര ചേച്ചിയുടെ മാസ്റ്റർ ക്ലാസ്സസ്, അനന്ത് വൈദ്യനാഥൻ സാറിന്റെ മാസ്റ്റർ ക്ലാസ്സസ്, അതെല്ലാം നമ്മളുടെ വോക്കൽ ടെക്സ്ചറിനെയും ടോണൽ ഇതിനെയൊക്കെ മോൾഡ് ചെയ്യാനായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ആണോ ഇതെടുക്കുക? അത് എല്ലാം ഓൺലൈനാണ്. They won't be coming for the classes. It's all online. We'll meet them during competitions. അപ്പൊ അങ്ങനെ അവരുമായിട്ട് ഫേസ് ടു ഫേസ് മീറ്റ് ഉണ്ടായിരുന്നു. ഒരു ചാറ്റ് ഷോയില് ചിത്ര ചേച്ചിയുടെ അടുത്ത് എനിക്ക് പോവാൻ പറ്റി. So which was organized by Malayalam Manorama. So I was invited and ഒരു ചാറ്റ് ഷോയിൽ എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി, കുറച്ച് പാടാനും പറ്റി ചിത്ര ചേച്ചിയുടെ കൂടെ. So then I introduced that I am from RTM. അപ്പൊ she was like, yes, I am also part of RTM എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓരോരോ ഇതായിട്ട് RTM കൂടിയാണ് ഞാൻ ശരിക്കും മ്യൂസിക് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാം എന്നുള്ളത് റിയലൈസ് ചെയ്തത്. പിന്നെ then I left RTM a few months back and joined another music school, Geetanjali School of Music, where I am currently teaching. Is that your school? No, that is not my school. അത് ഒരു ചെന്നൈ based school ആണ്. You are a teacher over there? Yes. അപ്പൊ ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. And then I have my own private students also under the label of Ashwathi Hari Music. അപ്പൊ അത് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. വേറെ ഇതുണ്ട്, ഗീതാഞ്ജലി സ്കൂൾ ഓഫ് മ്യൂസിക് ഉണ്ട്. സോ അത് നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മള് കർണാട്ടിക് മ്യൂസിക്കിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങും. ബിക്കോസ് യു ആർ ടീച്ചിങ്. അപ്പൊ നമ്മൾ അത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, ഡെപ്തിൽ മനസ്സിലാക്കണം. അതെ. So this has been my journey from HR to psychology to music. Oh my god. So any special memory you have മ്യൂസിക്കുമായിട്ട്? മെമ്മറീസ് എന്ന് പറയുന്നത് എവറി സ്റ്റേജ് ഐ ബിലീവ് ഇറ്റ്സ് എ മെമ്മറി ഓർ ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. ഇപ്പോ രാഗലയ ഇറ്റ്സെൽഫ് ഗേവ് മീ എ വണ്ടർഫുൾ സ്റ്റേജ് ആൻഡ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ്. ദാറ്റ്സ് വെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് രാഗലയ, മുംബൈ മെലഡീസ്, അങ്ങനെ കുറെ ഓർക്കസ്ട്ര ടീംസിൽ പാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് മ്യൂസിക് വാസ് ഓൾവേസ് ദെയർ ആൻഡ് ദെൻ കെയിം അലോങ് ദ കർണാട്ടിക് മ്യൂസിക് വെൻ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ദ സോളോ കോൺസേർട്സ്. രാഗലയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം? നല്ല എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി വിജയകുമാർ ചേട്ടന്റെ കൂടെ ഹി ഗൈഡഡ് മീ ഏതൊക്കെ പാട്ടുകൾ വേണം എന്നുള്ളത് ഒരു ലിസ്റ്റും നമ്മളുടെ ടോണൽ ടെക്സ്ചറിന് പറ്റിയ പാട്ടുകൾ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതെ അത് എടുത്തു തരും. ആൻഡ് ദെൻ വിൽ ബി കോൾഡ് ഫോർ ദ പ്രോഗ്രാം ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു മിങ്കിൾ വിത്ത് അതർ സിംഗേഴ്സ് ഓൾസോ. മുംബൈയിൽ ഇത്രയും നല്ല മലയാളം സംസാരിക്കണതും മലയാളം പാടുന്ന സിംഗേഴ്സ് ഉണ്ടെന്ന് നമ്മൾ കാണുന്ന രാഗലയിൽ കൂടിയാണ്. ബാക്കി എല്ലാ ഓർക്കസ്ട്ര ഗ്രൂപ്പ്സിലും ഒന്നില്ലെങ്കിൽ ദേ ആർ ഓറിയന്റഡ് ടുവേർഡ്സ് ഹിന്ദി സോങ്സ് ഓർ തമിഴ് സോങ്സ് and they have a particular team. They have a particular team. But here it is open to all the talented singers. So that itself was a great opportunity and is a great opportunity now also. And the musical memory ഇതുവരെ ഉള്ളത്, I am still creating memories. ഈ കഴിഞ്ഞ വർഷം, that is December and this year January, February, I happened to meet ഇളയരാജ sir. അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ട് അപ്ലൈ ചെയ്തതാണ്. ദേ ആർ ലുക്കിംഗ് ഫോർ ന്യൂ സിംഗേഴ്സ്, അപ്കമിങ് സിംഗേഴ്സ് എന്നുള്ളത്. സോ ഐ വെന്റ് ദേർ. ഇറ്റ് വാസ് മോർ ഓഫ് എ മെന്ററിംഗ് സെഷൻ. അവരുടെ ഒരു ടീമിന് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്, ഒരു പൂൾ ഓഫ് സിംഗേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ ഐ ഹാപ്പൻ ടു ഗോ ദേർ. ആദ്യം നമ്മളുടെ ഓഡിയോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തു. ദേ ലൈക്ഡ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഇൻ പേഴ്സൺ മീറ്റിംഗ് ആയിരുന്നു വിത്ത് ദി ഓർക്കസ്ട്ര ടീം. അപ്പോ ഓഡിഷൻസ് എന്ന് പറയാം. അപ്പൊ പല പല പാട്ടുകളും, രാജാ സാറിന്റെ തന്നെ പല പാട്ടുകളും പല പിച്ചിൽ അവര് പാടിക്കും. അതിന്റെ രാഗത്തിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ ഏത് രാഗം ബേസ്ഡ് ആണെന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കർണാട്ടിക് മ്യൂസിക് പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഈവൻ ഇഫ് ഇറ്റ് ഇസ് ലൈറ്റ് മ്യൂസിക് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സാറിന്റെ അടുത്ത് ഞാൻ ആദ്യം പാടിയ പാട്ട് ഇളയരാജ സാറിനെ കണ്ടു. ഹി വാസ് ദേർ. അപ്പൊ ഞാനും വേറെ കുറെ സിംഗേഴ്സും ഉണ്ടായിരുന്നു ആ ദിവസം. അപ്പോ ദിസ് വാസ് ദ സോങ്. ഏതേതോ ഇനം വളർത്തേ ഉൻ കൈയിൽ എന്നെ കൊടുത്തേ நீதானே புன்னகை மன்னன் உன்றாணி நானே பண்பாடும் பாடகன் நீயே உன்றாகம் நானே ஏதேதோ இன்னம் வளர்த்தே உன் கையில்
என்னை கொடுத்தே. So tell me about your family. മുംബൈയിൽ എങ്ങനെയാണ് വന്നത്? മുംബൈയിൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നത്. സോ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എൻറ്റയർലി ഇൻ കേരള. സ്റ്റഡീസിന് മാത്രം ചെന്നൈയിൽ പോയിണ്ടായിരുന്നു. അതല്ലാണ്ട് ഇറ്റ് വാസ് ദ എൻറ്റയർ ജേർണി, മ്യൂസിക്കൽ ജേർണി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് കേരള. അപ്പോ അത് കഴിഞ്ഞിട്ടാണ്, കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സോ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഐ വാസ് അണ്ടർ ദ ട്യൂട്ടലേജ് ഓഫ് ശ്രീമതി രാധാ വാര്യർ മാഡം ഓഫ് ഷൺമുഖാനന്ദ സഭ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഐ എം അണ്ടർ ദ ട്യൂട്ടലേജ് ഓഫ് ഉമാ വേണുഗോപാൽ മാഡം ആൻഡ് രാജേശ്വരി ശങ്കർ മാഡം. സോ ദേ ഹാവ് ബീൻ ഗൈഡിങ് മീ ത്രൂ ദ മ്യൂസിക്കൽ ജേർണി, കർണാട്ടിക് മ്യൂസിക്. ഫാമിലി എന്റെ ഹസ്ബൻഡിന്റെ പേര് വിഷ്ണുദത്ത്, മകളുടെ പേര് മൃണാളിനി. പേരൻസ് നാട്ടിലാണ്. അച്ഛൻ റിട്ടയേർഡ് ജനറൽ മാനേജർ ഫ്രം ഫെഡറൽ ബാങ്ക് ആൻഡ് അമ്മ റിട്ടയേർഡ് അനലിസ്റ്റ്, കെമിക്കൽ അനലിസ്റ്റ് ഫ്രം HIL, ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡ്. രണ്ടുപേരും നാട്ടിൽ സെറ്റിൽഡ് ആണ്, നോർത്ത് പറൂർ പെരുവാരം എന്ന് പറഞ്ഞ സ്ഥലത്ത്. മൈ ഹസ്ബൻഡ് ഇസ് എ ലോയർ. ഹി ഈസ് വിത്ത് ബറൂച്ച ആൻഡ് പാർട്ട്നേഴ്സ്. ഹി ഈസ് എ കോർപ്പറേറ്റ് ലോയർ, ക്യാപിറ്റൽ മാർക്കറ്റ് ലോയർ. പിന്നെ മകളാണെങ്കിൽ she's 8 years old and she's studying in Universal School, 4th standard. And is she into music? I am her guru. So she's also learning music now. Yes. So I have, as I told you, I have a few kids coming at home. അപ്പൊ ഇവളെയും കൂട്ടി ഇരുത്തിയിട്ട് എനിവേ ഷി ഹസ് ബീൻ വാച്ചിങ് മീ. ഇപ്പൊ രാഗലയുടെ പെർഫോമൻസ് ആണെങ്കിലും ബാക്കി എല്ലാ കോൺസേർട്സിലും കുട്ടിയെ ഞാൻ കൂടെ കൊണ്ടുപോകും. എല്ലാത്തിനും ഞാൻ കൂടെ കൊണ്ടുപോകാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്ന് ഗുരുവായൂർ മാത്രം പോയപ്പോ, ബിക്കോസ് അതിന്റെ തിരക്കുകളൊക്കെ കാരണം ഞാൻ ഗുരുവായൂർ മാത്രം മുമ്പ് കൊണ്ടുപോയിട്ടില്ല. അല്ലെങ്കിൽ ബാക്കി എല്ലാ സമയത്തും കുട്ടി കൂടെ ഉണ്ട്. അപ്പൊ ഷി ഹസ് ബീൻ വാച്ചിങ് മീ പെർഫോം ഓൺ ദ സ്റ്റേജ്. അപ്പൊ നാച്ചുറലി അവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? അവള് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അപ്പൊ ഭരതനാട്യവും പഠിക്കുന്നുണ്ട്, ഇപ്പൊ പാട്ട് എന്റെ കൂടെ പഠിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ two things. So as you said, you're a teacher also. ഇപ്പോ ഈ ജനറേഷനിലെ കുട്ടികൾക്ക് മ്യൂസിക്കിനെ കുറിച്ചൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? മ്യൂസിക്, ദർ ആർ എ ഫ്യൂ പോയിന്റേഴ്സ് നമ്മൾ പറയാനായിട്ട്. മ്യൂസിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ഏത് മ്യൂസിക് തിരഞ്ഞെടുത്താലും അത് വളരെ നല്ലതാണ്. അത് കുറച്ചും കൂടെ നേരത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ റിയലി ഗുഡ്. ബട്ട് ആസ് എവറിബഡി സേസ്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ആൻഡ് ഏത് ഏജിലും നമുക്ക് തുടങ്ങാൻ പറ്റും, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അത് നമ്മൾക്ക് എന്ത് ഗൈഡൻസ് കിട്ടണോ അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ത് ടൈപ്പ് ഓഫ് ഗൈഡൻസ് കിട്ടണോ. ആൻഡ് ക്വാളിറ്റി മാറ്റേഴ്സ്, ക്വാണ്ടിറ്റി ഡസൻ. നമ്മൾ കുറേ കീർത്തനങ്ങളും കുറേ വർണ്ണങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരു രാഗം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് നല്ല കൃതീസും നല്ല വർണ്ണങ്ങളും ഗീതങ്ങളും പാടാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ഗുഡ് തിങ്. പിന്നെ ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോലെ ദ മെത്തേഡ് ഓഫ് പ്രാക്ടീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ നേരത്തെ നമ്മൾ പഠിച്ചിരുന്നപ്പോൾ ഒന്നും വോയിസ് കൾച്ചറിന് ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ആരും കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു കോഴ്സ് ചെയ്തു, വോയിസ് കൾച്ചറിന്റെ കോഴ്സ് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മളൊരു ഹാഫ് ആൻ അവർ എങ്കിലും വാർമിംഗ് അപ്പ് ചെയ്തിട്ടേ നമ്മൾ പാട്ട് നമുക്കുള്ള ലെസൺസ് തന്നെ പഠിക്കാൻ തുടങ്ങാവൂ. അതിന് ഒരുപാടുണ്ട്. ദാറ്റ് ഈസ് വോവൽസ് വെച്ചിട്ടുള്ള വാർമപ്പ് എക്സസൈസ് ഉണ്ട്, വാട്ടർ ആൻഡ് സ്ട്രോ വെച്ചിട്ടുള്ള വാർമപ്പ് എക്സസൈസസ് ഉണ്ട്, പിന്നെ ലിപ് ഡ്രിൽസ് ഉണ്ട്. ഇങ്ങനത്തെ പല എക്സസൈസും ചെയ്ത് നമ്മളുടെ ആദ്യം മുതലുള്ള ബേസിക് ചാപ്റ്റേഴ്സ്, ദാറ്റ് സരളി വരിശകൾ മുതൽക്കുള്ളത് ഓരോ കാലത്തിലും പാടിയിട്ട് വേണം പിന്നെ നമ്മളുടെ ഒരു കൃതിയോ രാഗാലാപനോ ഒക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ആ മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ത്രോട്ടിന് വല്ലാത്തൊരു ഇതോ ഒന്നും വരില്ല. ബിക്കോസ് ഏതൊരു കച്ചേരിയുടെ പ്രാക്ടീസിനും, കച്ചേരി ഇറ്റ് സെൽഫ് ഇസ് 1.5 to 2 hours. അതിന് പാടണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 24 to 25 hours ഓഫ് പ്രാക്ടീസ് അതിന് വേണ്ടി, ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഇടേണ്ടി വരും. സോ ഇമാജിൻ അങ്ങനെ തുരുതുരെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3-4 കോൺസേർട്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് ഇടേണ്ടി വരും. ഈവൺ ഇഫ് വി റിപ്പീറ്റ് ദ സോങ്സ്, ദ എഫേർട്ട് ഇസ് ദ സെയിം. യെസ്. അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് മെത്തഡോളജിയിലുള്ള പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് എനർജി നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് അത് ഇത് തൊണ്ടയിലെ ആ ഒരു ടോണൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തൊണ്ട ക്രാക്ക് ചെയ്യാനും വെള്ളി വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. ചേച്ചി പറഞ്ഞില്ലേ ലൈറ്റ് മ്യൂസിക്, കർണാട്ടിക്, ആൻഡ് ഓൾസോ യു സെഡ് ചേച്ചി ചെന്നൈയിലായിരുന്നു താമസം. എല്ലാത്തിന്റെയും ഒരു 4 വരി ഒന്ന് പാടാവും. എനിക്ക് ലൈറ്റ് മ്യൂസിക്കും ഇഷ്ടമാണ്,
ഒരു ബഞ്ച് ഓഫ് കർണാട്ടിക് കൃതീസും ഉണ്ട്. കുറച്ച് ഫേവറേറ്റ് സോങ്സ് ഞാനൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. മാധവ മാമവ ദേവാ മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവാ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവാ കൃഷ്ണ. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു. ഓരോ നിമിഷം ഈ ഓരോ നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ. So that was our interview with Ashwathi Hari. I hope you enjoyed this interview, and also she takes music classes. So if anyone is interested in learning, can contact on the details given below in the description. And also don't forget to like, share and subscribe our YouTube channel. Thank you.